ഇതാ നിന്റെ വേദന കേൾക്കാനായി അൾത്താരയിൽ കർത്താവ് ഇറങ്ങി വന്നത്. നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈശോ അൾത്താരയിലേക്ക് വന്നത്. നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും മോനെ നീ ജീവിതത്തിൽ കടന്നു പോകുന്ന സകല തിക്താനുഭവങ്ങളുടെ നടുവിലും നിന്നെ ചേർത്ത് പിടിക്കാൻ ഇതായി അൾത്താരയിൽ ഇറങ്ങി നിൽക്കുന്ന കർത്താവ്. ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലല്ലേ നീ? മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ചില ജീവിത പ്രശ്നങ്ങൾ നിന്നെ നിരന്തരം വേട്ടയാടുന്നില്ലേ? മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തുന്ന തിരസ്കരിക്കുന്ന അനുഭവങ്ങളൊക്കെ നിന്നെ വല്ലാതെ മുറിപ്പെടുത്തുന്നില്ലേ? ഇതിൻ്റെ ഒക്കെ നടുവിൽ ഇതാ നിന്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്ന സ്വർഗീയ നിമിഷമാണിത്. ഇത് സ്വർഗീയ നിമിഷമാണ്. സ്വർഗം നിന്നെ ചേർത്തു പിടിക്കുന്ന നിമിഷം. ആ സ്നേഹത്തിൽ നീ നിന്നെ ചേർത്ത് നിർത്ത്. ഈ സ്നേഹത്തിൽ നിന്നും കുതിരിയോടാതെ ആ സ്നേഹത്തിൽ നീ ചേർന്ന് നിൽക്ക്. കർത്താവിൻ്റെ സ്നേഹത്തിൽ എത്ര കണ്ട് കർത്താവ് നമ്മെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുവോ അതിലധികമായി നമ്മൾ ആ സ്നേഹത്തിൽ നിന്നും കുതിറിയോടിക്കൊണ്ടിരിക്കുകയല്ലേ? ഇതാ തൻ്റെ സ്നേഹത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവ് അൾത്താരയിൽ. ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ദൈവം നടത്തിയ എല്ലാ വഴികൾക്കും കഴിഞ്ഞൊരാഴ്ചക്കാലം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളില്ലേ, എല്ലാറ്റിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. സങ്കടങ്ങളിലൂടെ കടന്നുപോയി, വേദനകളിലൂടെ കടന്നുപോയി, ദുഃഖങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയി. ഇതാ ഈ നിമിഷം തമ്പുരാന്റെ മുമ്പിൽ നിൽക്കാൻ അവൻ നമ്മെ യോഗ്യരാക്കി. ആ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ആ സാന്നിധ്യത്തിന് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു. അനുഗ്രഹിച്ച വഴികളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തിയ എല്ലാ അനുഭവങ്ങൾക്കും ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു. ഏതാനും നിമിഷം കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട്, ദിവ്യകാരുണ്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്തും നന്ദി പറഞ്ഞ് വേദനിക്കാനും സങ്കടപ്പെടാനും നിരാശപ്പെടാനും കാരണങ്ങളേറെയുണ്ട്. എന്നാലും ആനന്ദിക്കാൻ അതിലേറെ കാരണം നമുക്കുണ്ടല്ലോ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അവൻ്റെ അവസാനത്തുള്ള രക്തവും നൽകി എന്നുള്ളത് മോനെ നിന്റെ നിത്യസന്തോഷത്തിൻ്റെ കാരണമല്ലേ? എനിക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞു മരിച്ചൊരു കർത്താവിൻ്റെ സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയുന്നത് എൻ്റെ സ്നേഹത്തിൻ്റെ കാരണമല്ലേ? ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും, എന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ടെന്നുള്ളത് എൻ്റെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാരണമല്ലേ? നിത്യ സന്തോഷം നൽകുന്ന കർത്താവ്, നിത്യജീവൻ തന്നെയായ ഈശോ ഈ അൾത്താരയിൽ, ആ കർത്താവിനെ കണ്ട് നമുക്ക് ആരാധിക്കാം. ആ കർത്താവിനോട് സ്നേഹത്തിൽ ചേർന്ന് നിന്ന് ആ കർത്താവിനെ ആരാധിക്കാം. ആ കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കർത്താവിനെ ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം മുട്ടുമേലായിരിക്കുക. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.